നിലമ്പൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇതാ സ്ഥാനാർത്ഥി നിർണയത്തിൽ LDF എം സ്വരാജിനെയാണ് LDF സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരിക്കുന്നത്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് തീരുമാനമുണ്ടായത്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് എത്തിയതോടുകൂടി വലിയ ആവേശത്തിലാണ് നിലമ്പൂർ മണ്ഡലം ആകെ. PV കുട്ടൻ വിവരങ്ങളുമായി ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. PV കുട്ടൻ, എം സ്വരാജ് എന്ന LDF സ്ഥാനാർത്ഥി അതൊരു കരുത്തായി ഒരു ആവേശമായി ഒക്കെ മലപ്പുറത്തെ ആകെ കേരളത്തെ ആകെ മതിച്ചിരിക്കുന്നു. ഇപ്പോഴിതാ നിലമ്പൂരിൽ അതിൻ്റെ പരിച്ഛേദം നാം കണ്ടു. വലിയ ആഹ്ലാദ പ്രകടനം. വികസനം തുടരാൻ കരുത്തനായ സ്വരാജിനെ തിരഞ്ഞെടുക്കൂ എന്ന് പറഞ്ഞ് ആവേശോജ്വലമായ പ്രകടനങ്ങളും തത്സമയം ഞങ്ങൾ കണ്ടു. എന്തൊക്കെ PV കുട്ടൻ ഏറ്റവും പുതിയ വിവരങ്ങൾ? ജിംഷാദ്, നിലമ്പൂർ അക്ഷരാർത്ഥത്തിൽ ആവേശത്തിലാണ്. അവർ പ്രതീക്ഷിച്ച ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ LDF അവതരിപ്പിച്ചു എന്നുള്ളതാണ്. എം സ്വരാജ് ഈ നിലമ്പൂർകാരനാണ്. ഈ നാട്ടിൽ നിന്നാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം, പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത്. SFIയുടെ നേതാവായി, SFIയുടെ വളരെ ചെറിയ യൂണിറ്റ് ഘടകത്തിൽ നിന്നും നേതാവായി വന്ന് പിന്നീട് സംസ്ഥാന സെക്രട്ടറിയായി മാറുന്നു. അതിനുശേഷം DYFIയുടെ സംസ്ഥാന ഭാരവാഹിയാകുന്നു. പിന്നീട് CPIMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റികളിലേക്ക് എത്തുന്നു. സംസ്ഥാന കമ്മിറ്റിയിലേക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കും എത്തുന്നു. അങ്ങനെ കേരളത്തിൻ്റെ ആകെ ആവേശമായി അദ്ദേഹം നയിച്ച നിരവധിയായ സ്വാശ്രയ സമരകാലത്തുൾപ്പെടെ എം സ്വരാജ് നടത്തിയ നിരവധിയായ പോരാട്ടങ്ങൾ കേരളത്തിൻ്റെ മനസ്സിലുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് എം സ്വരാജിനെ പോലെ ഏറ്റവും കരുത്തനായ, ഏറ്റവും പ്രാപ്തനായ ഒരു നേതാവിനെ നിലമ്പൂരിലേക്ക്, അദ്ദേഹത്തിൻ്റെ ജന്മനാട് കൂടിയാണ്, ഈ നിലമ്പൂരിലേക്ക് മത്സരിക്കുന്നതിന് വേണ്ടി LDF ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത്. ഈ നാട് മുഴുവൻ വലിയ ആവേശത്തിലാണ്. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം MV ഗോവിന്ദൻ മാസ്റ്റർ എം സ്വരാജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ആ നിമിഷം തന്നെ നിലമ്പൂരിലൂടെ വളരെ പെട്ടെന്ന് തന്നെ നൂറുകണക്കിന് പേരുടെ ആഹ്ലാദ പ്രകടനം നമ്മൾ നേരിട്ട് കണ്ടതാണ്. ഇവിടെ കനത്ത മഴയായിരുന്നു. ആ മഴയെ പോലും കൂസാതെയാണ് നിരവധി പേർ പങ്കെടുത്തുകൊണ്ട് വളരെ പെട്ടെന്ന് ഒരു ആസൂത്രണവുമില്ലാതെ വളരെ പെട്ടെന്ന് ജനങ്ങൾ ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ട് നഗരത്തിൽ പ്രകടനം നടത്തുകയായിരുന്നു. ഇനി വിപുലമായ റോഡ് ഷോ സ്ഥാനാർത്ഥി എത്തുന്നതോടുകൂടി ഈ നിലമ്പൂർ മണ്ഡലത്തെ ഇളക്കി മറിച്ചുകൊണ്ടുള്ള റോഡ് ഷോ ഉണ്ടാകും. അത്തരത്തിൽ പ്രചാരണത്തിൻ്റെ ആദ്യഘട്ടമൊക്കെ നേരത്തെ തന്നെ LDF പിന്നിട്ടിരുന്നു. സുശക്തമായ സംഘടനാ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ഏറ്റവും താഴെ ബൂത്ത് തലം മുതൽ അങ്ങോട്ട് വലിയ രീതിയിലുള്ള ഇടപെടലുകൾ, പ്രവർത്തനങ്ങളൊക്കെ തന്നെ നേരത്തെ തന്നെ നടത്തിയതാണ്. ഇനിയിപ്പോൾ സ്ഥാനാർത്ഥി കൂടി എത്തുന്നതോടുകൂടി വലിയ ആവേശത്തിലേക്ക് നിലമ്പൂർ മണ്ഡലം പോകുമെന്നതിൽ തർക്കമില്ല. നാളെ തന്നെ നോമിനേഷൻ സമർപ്പിച്ച് തൊട്ടടുത്ത ദിവസം മുഖ്യമന്ത്രി നിലമ്പൂർ മണ്ഡലത്തിലെ ആകെ ഇളക്കി മറിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. മണ്ഡലം കൺവെൻഷൻ മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. മുഖ്യമന്ത്രിയും പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയനാണ് ഈ മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ CPIMൻ്റെയും LDFൻ്റെയും ദേശീയ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ ഇനിയുള്ള ദിവസങ്ങളിൽ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കും. ഏതായാലും വളരെ ആവേശകരമായ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് തീർച്ചയായും ഇതാ നിലമ്പൂർ മണ്ഡലം അക്ഷരാർത്ഥത്തിൽ തീപ്പൊരി പോരാട്ടത്തിന് തന്നെയാണ് സാക്ഷ്യം വഹിക്കുന്നത്. LDF സ്ഥാനാർത്ഥിയായി എം സ്വരാജ് എത്തുന്നു. LDF സ്ഥാനാർത്ഥിയായി എം സ്വരാജിനെ സെക്രട്ടേറിയറ്റ്, CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷമുള്ള തീരുമാനം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററാണ് അറിയിച്ചത്.